അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു എണ്ണമാങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മളെ ചിഞ്ചച്ചിലു മുത്തുഫാക്ക് എന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എണ്ണമാങ്ങ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മാങ്ങ നീളത്തിൽ വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം, പറ്റ തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കാൻ നോക്കരുത്. ഇനി നമുക്ക് മാങ്ങ ഒന്ന് വറുത്തെടുക്കണം. നമ്മൾ വറുത്തിട്ടാണ് കേട്ടോ എണ്ണമാങ്ങ ഉണ്ടാക്കിയെടുക്കണത്. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെയിലത്ത് വെച്ചാണ് ഉണക്കിയിട്ടും വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും അതുപോലെ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ വറുക്കാനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചുകൊണ്ട് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് മാങ്ങ ചേർത്ത് കൊടുക്കാം. മാങ്ങ ചേർത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, എങ്കിലാണ് മാങ്ങൻ്റെ എല്ലാ സൈഡും കറക്റ്റായിട്ട് വറവായി കിട്ടുള്ളൂ. ഏകദേശം നമ്മൾ മാങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വറവായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഇനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നമ്മൾ മാങ്ങ വറുത്തുകൊണ്ട് പ്ലേറ്റൊക്കെ ഇതുപോലെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇതേ ഒരു സൗണ്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആയി കഴിഞ്ഞാലും നമുക്ക് കോരി മാറ്റാം. കറക്റ്റായിട്ട് വറവായി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മാങ്ങ പെട്ടെന്ന് കേടായി പോവും. ഇനി ബാക്കിയുള്ള മാങ്ങ ഇതുപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കാം. നമ്മളിതുപോലെയൊക്കെ എണ്ണമാങ്ങ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഒരു 3-4 വർഷം വരെയൊക്കെ കേടാവാതിരിക്കും. പിന്നെ അധികം വറവാകാതെ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും കാലം വരെയൊന്നും നിൽക്കൂല, കാരണം പെട്ടെന്ന് തന്നെ കേടായി പോവും. പിന്നെ ഇതുപോലെ വറുത്തെടുക്കുന്ന സമയത്ത് ഒരുപാട് സമയം വേണം കേട്ടോ നന്നായിട്ടൊന്ന് വറവായി കിട്ടാനായിട്ട്. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനൊന്നും കഴിയില്ല, കുറച്ച് ക്ഷമയോട് കൂടിയിട്ട് വേണം ചെയ്തെടുക്കാൻ. നമ്മളെല്ലാം മാങ്ങി ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ചട്ടിയിലുള്ള എണ്ണ മുഴുവനായിട്ട് തന്നെ അതുപോലെ ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് എണ്ണമാങ്ങ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ചട്ടി ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. ഫ്ലെയിം കൂടി കഴിഞ്ഞാൽ മസാലപ്പൊടികളൊക്കെ കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ കരിഞ്ഞ ടേസ്റ്റാണ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം ഉലുവാപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കായപ്പൊടി, 1.5 ടീസ്പൂൺ ഉപ്പ്. ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ ഈ മസാലപ്പൊടികളൊക്കെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഒരിക്കലും കരിയരുത് കേട്ടോ, കരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അച്ചാറിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. ഇപ്പോൾ ഏകദേശം നമ്മൾ മസാലപ്പൊടികളൊക്കെ നന്നായിട്ടൊന്ന് വറവായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച മാങ്ങ ചേർത്ത് കൊടുക്കാം. മാങ്ങ ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് 2 തവി എണ്ണ ഒഴിച്ചു കൊടുക്കാം. കൂടുതലായിട്ട് എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 തവി എണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് കണ്ടില്ല, ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ മാങ്ങ അതുപോലെ ഒന്നായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്തൊന്ന് ഫ്ലെയിം കൂട്ടി വെക്കരുത് കേട്ടോ, ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചെയ്തെടുക്കാൻ നോക്കുക. ഇനി അഥവാ ഫ്ലെയിം കൂടിയതായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഓഫാക്കിയിട്ടും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണ നല്ല അടിപൊളി എണ്ണമാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കിയ സമയത്ത് നമ്മൾ കഴിച്ച് നോക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ആ മുളകിൻ്റെയും അതുപോലെ ഉലുവാപ്പൊടിൻ്റെയും കായത്തിൻ്റെ ഒക്കെ ടേസ്റ്റ് മുന്നിൽ നിൽക്കും. ഒരു ഏകദേശം 1 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിക്കാരം. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പം ഞാൻ എന്നും പറയണ പോലെ തന്നെ നമ്മളെ ചിഞ്ചച്ചിലു മുത്തുഫാക്കിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ബെൽ ബട്ടൺ ഓൾ തന്നെ ക്ലിക്ക് ചെയ്യുക. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ.